അബീഷ, എന്താ പാപ്പാ? നമ്മുടെ റൈറ്റർ എത്ര വെച്ച്? 50 പൈസ. 50 പൈസ. എന്താണ് മുതുക്കേത്? ചായന്റെ അകത്ത് എറുമ്പ്. പിന്നെ 50 പൈസന്റെ ചായന്റെ അകത്ത് എറുമ്പല്ലാണ്ട് ആനെ പിടിച്ചിട്ടാ നമുക്ക് മുതലാവൂടാ. നമുക്ക് നിങ്ങൾ വെറുതെ തൊഴിലും പിടിക്കാനും ഒക്കെ നമ്മളെ ഹമുക്കെ ഹമുക്കെ എന്ന് വിളിച്ചാണ്ടല്ല, ഞമ്മക്ക് പിടിക്കുന്നില്ല കേട്ടാ. പിടിക്കുന്നില്ലെങ്കിൽ അങ്ങ് തൂത്തുകള. നിന്റെ മോറ് കണ്ട അങ്ങനെ വിളിക്കാനേ നമുക്ക് തോന്നുന്നു. അല്ല, നിങ്ങൾ വിളിച്ചോളി. നമ്മുടെ നബീസാന്റെ മുമ്പിൽ വെച്ച് വിളിക്കാണ്ടിരുന്നാ മതി. നമ്മുടെ നബീഷ് ഏത് വകയിലാണ് നമ്മുടെ നബീഷ? ഓളെ കെട്ടിയോളാ. ഞമ്മക്കൊന്ന് ഓളെ കെട്ടിയോളാക്കിയാ കൊള്ളാന്ന് പെരുത്തും മോഹമുണ്ട്. അതെ, അന്റെ മുഖത്ത് ചൂടോളം എടുക്കണ്ട. ഇല്ല, വീണ എങ്ങനെ ഇരിക്കുമെന്ന് അറിയണമെന്ന് മോഹമുണ്ട. ഞമ്മളൊരു തമാശ പറഞ്ഞതല്ലേക്കാ. ഇമ്മാതിരി തമാശ അന്റെ കുടിയിലെ നിന്റെ ഉപ്പുപ്പാട് പോയി പറയാം. അല്ലെങ്കിൽ നിന്റെ മോറ് ഞമ്മള് പൊള്ളിക്കും. മോളെ നബീഷ. എന്താ പാപ്പാ? എപ്പോഴെങ്കിലും ഇവൻ നിന്നോട് തമാശ പറഞ്ഞാ ഇത് ഞമ്മളോട് പറയണം. പറയാം പാപ്പാ. ഒരു സ്ട്രോങ് ടീ. എന്താ അലിയറിന, രാവിലെ വേലയും കൂലിയൊന്നും ഇല്ലേ? ഇവിടെ കുറ്റിയടിച്ചിരിക്കുക. മൊയ്തൂക്കാന്റെ ചായക്കട എന്റെ ബാപ്പാന്റെ ബഹയാന്ന് നമ്മൾ അറിഞ്ഞില്ല. എന്റെ കണ്ണിലെന്താടാ മത്തായി ഒരു അസുഖം? വൈദ്യരെ കാണിക്കണം. എന്റെ കണ്ണിൽ അസുഖം ഉണ്ടോ ഞാൻ സഹിച്ചോളാം. തനിക്ക് നഷ്ടമൊന്നുമില്ലല്ലോ. ഞമ്മള് ബാക്കുകൊണ്ടേ തമാശ പറഞ്ഞോളൂ. ഇവിടെ കണ്ണും മൂക്കും കൈയും കൊണ്ട് തമാശ പറയുന്നവരെ നിങ്ങൾ കാണുന്നില്ല. ഇവിടെ ആര് കണ്ണും കൈയും മൂക്കും കാണിച്ചെന്നാ നിങ്ങൾ പറയുന്നത്? എന്റെ കണ്ണും മൂക്കും കൈയും പൊള്ളുന്നത് ഒരു ദിവസം നമ്മൾ കാണും. ഞാൻ വരട്ടെ മിസ്റ്റർ ശ്രീകാന്ത്, നമുക്ക് വീണ്ടും കാണാം. ബൈ ബൈ. ഡബിൾ സ്ട്രോങ് ടീ. നബീസ. നബീസ ഇവിടെ ഇല്ല. തന്നോട് ചോദിച്ചില്ലല്ലോ. താനാരാ? മൊയ്തിക്കാടെ മൈക്കോ? ഈ ചായ കുടിക്കാൻ വന്ന നബീസനെ കാണാൻ വന്ന. അനാവശ്യം പറയരുത്. അനക്കൊരാവശ്യം കാട്ടാം. നമുക്കത് പറഞ്ഞുകൂടാ. അതെന്റെ ബാപ്പാനോട് പോയി പറഞ്ഞാൽ മതി. തന്തയ്ക്ക് വിളിച്ചാൽ എന്റെ വിധം മാറും. ഒരു ചായ കുടിക്കാൻ വന്നത്. ഇവിടെ ആരെയും കാണാത്തതുകൊണ്ട് നബീസ ഉണ്ടോന്ന് ചോദിച്ചു. അത് ഈ ഊപ്പക്കേറിക്കൊണ്ടെന്താ? അപ്പോഴെന്തോ അനാവശ്യ ചിന്ത മനസ്സിൽ വെച്ചോണ്ടല്ലേ. ഇവനെ ഇവിടെ കയറ്റുന്നത് അബദ്ധമാണെന്ന് മാത്രമേ ഞാൻ ഇപ്പൊ പറയുന്നുള്ളൂ. നമ്മുടെ കടയിൽ വെച്ച് ആർക്കെങ്കിലും എന്തെങ്കിലും അനാവശ്യം തോന്നിയാ ഓന്റെ മോറ് പൊള്ളിയിരിക്കും. ആരായാലും ശരി. പോ.
നബീസ, ആരൊക്കെ എതിർത്താലും എന്തൊക്കെ സംഭവിച്ചാലും ഞാൻ നിന്നെ കല്യാണം കഴിക്കും. അനക്കൊരു പേടിയേ ഉള്ളൂ. നിങ്ങൾ നമ്മുടെ ജാതിയല്ലല്ലോ. നമ്മുടെ ജാതിന് നമുക്ക് നിക്കാഹ് കഴിക്കാൻ പറ്റൂ. ആര് പറഞ്ഞു നമ്മുടെ ജാതിയല്ലെന്ന്? നമ്മുടെ ജാതിയില് മത്തായിന്ന് പേരുള്ള ആരുമില്ല. അതാണ് അതിന്റെ ഒരു ഇത്. നമുക്കൊന്നും പൊടി കിട്ടണില്ല. ഞാനും മുസ്ലിമാണ് പെണ്ണെ. മുസ്ലിമാണെന്ന് പറഞ്ഞാൽ നമ്പ്യാരുടെ ബംഗ്ലാവിൽ ജോലി കിട്ടത്തില്ല. അതുകൊണ്ട് മൊയ്തൻ എന്ന ഒറിജിനൽ പേര് മാറ്റി മത്തായി നാക്കി. ഇപ്പോഴും മനസ്സിലായ അതിന്റെ ആ കുട്ടൻ. നിങ്ങളീ പറയുന്ന നേരാ? നീ എന്റെ ഹൃദയത്തിലും തൊട്ടു നോക്കി നബീസേ, തൊട്ടു നോക്ക്. എന്റെ ഹൃദയം നിന്നോട് പറയും, ഞാൻ മത്തായി അല്ല, മൊയ്തനാ, മൊയ്തീൻ. എങ്കിലും നമുക്ക് വിശ്വാസാണ്. ഈ കള്ളവേഷം നമ്മൾ ഊഹിക്കും. മൊയ്തീനിക്ക, ഞമ്മക്കൊരാസ. എന്താ? കൈനിറയെ കരിവള ഇടണമെന്ന്. കൊള്ളാം, ഇത് പറഞ്ഞാ പോരെ. നിന്റെ ആശ ഞാൻ തീർത്തു തരാം. നാളെ കരിവള റെഡി. കരിവള കരിവള കുപ്പിവള. ഇത് നമ്മുടെ നബീസാന്റെ കയ്യുമേ കരിവള ഇടുന്നത് ഞമ്മക്കൊന്ന് കാണണം. കണ്ണടക്കി. എന്തിനാ? പറയുന്നതനുസരിച്ചാ മതി. 2 നിമിഷം മതി. ആകെ 5 നിമിഷമാണ് എന്റെ കട്ടുറുമ്പിനൊന്ന് കാണാൻ കിട്ടുക. അതിൽ 2 നിമിഷം കണ്ണടച്ച് കളയുന്നതിന്റെ വിഷമം എനിക്ക് അറിയും, നിനക്കറിഞ്ഞൂടാ. ഇപ്പൊ കണ്ണടയ്ക്കുന്നുണ്ടോ? അടച്ചേക്കാം. തുറന്നു നോക്കുമ്പോ ഇവിടെ എങ്ങനെ ഉണ്ടാവോ? ഞാൻ 1, 2, 3 എണ്ണുമ്പോ കണ്ണ് തുറക്കണം. ഓ ശരി. ഒന്ന്, 2, 3. മനസ്സുകൾ തമ്മിൽ പറഞ്ഞു കഴിഞ്ഞെന്നറിയാം. എങ്കിലും എങ്ങനെ അതൊന്ന് തുറന്നു പറയാന്ന് ഞാൻ വളരെ ആലോചിച്ചു. അവസാനം ഇങ്ങനെ പറയാമെന്ന് കരുതി. എന്തൊന്നും പറയാത്തത്? നീ എന്നോട് ഇങ്ങനെ ചോദിച്ചപ്പോൾ ഞാൻ നിന്നോട് എങ്ങനെ ഉത്തരം പറയണമെന്ന് ആലോചിക്കുകയായിരുന്നു. ആ, നാളെ ഈ സമയത്ത് ഞാനിതിന് ഉത്തരം പറയാം. ഇപ്പൊ മാല വെക്കുള്ളൂ. അച്ഛനെങ്ങാനും കണ്ടുപിടിച്ചാൽ പിന്നെ ഒരിക്കലും കാണാൻ കഴിയാതാവും. ശരി, നാളെ ഈ സമയത്ത്. ഞങ്ങൾ എന്തുമാത്രം കഷ്ടപ്പെട്ടോ ചേച്ചി ഇവിടെ എത്തിച്ചതെന്ന് അറിയാമോ? ഇനിയുള്ള ജോലിയാണ് കൂടുതൽ റിസ്ക്. ഇനി എന്താ ജോലി? അതോ, ചേച്ചി തിരിച്ചു വരുന്നത് വരെ ഫാദേഴ്സിന്റെ കണ്ണു കെട്ടി വരുന്നത്. അത് കുറച്ച് റിസ്ക് ഉള്ള ജോലിയാ. അതിന് ചോക്ലേറ്റ് ഇത്രയും പോരാ. അതിനെന്താ, എത്ര വേണമെങ്കിലും ഞാൻ വാങ്ങിച്ചു തരാം. അപ്പൊ തൽക്കാലം ഞങ്ങൾ പോകാം. ഇക്കണക്കിന് പോയ കല്യാണത്തിന് മുമ്പ് എത്ര രൂപയുടെ ചോക്ലേറ്റ് തീരുമാനമുണ്ടോ? വേണമെങ്കിൽ മതി. ഒരു കട്ടുറുമ്പിനെ സ്നേഹിച്ചതിന്റെ ശിക്ഷ അനുഭവിച്ചു കളയാ. നല്ല ആളാ. ഒരു ചോക്ലേറ്റ് എനിക്കും തരാമായിരുന്നില്ലേ? ചോക്ലേറ്റോ? തരാ. ഒരെണ്ണമോ? എന്റെ കട്ടുറുമ്പിന് ഞാൻ എന്നെ തന്നെ തന്നിരിക്കുകയല്ലേ. ജീപ്പിലൊഴിക്കാൻ കുറച്ച് വെള്ളം വേണം. ബാപ്പ എവിടെ? അന്ന് കടയേപ്പിച്ചിട്ട് ചന്തയിൽ പോയിരിക്കുക. ഇതാ കരിവള, നിന്റെ കൈ. അലിയാരിക്ക വാങ്ങിട്ട് വന്നതാ. നല്ല മുന്തിയ കരിവളയാ. നിങ്ങൾ പിണങ്ങിയോ? പിന്നെ പിണങ്ങാതെ. കണ്ട അത്തപ്പാടി അലവലാദികള് കൊണ്ടുതരുന്ന വാങ്ങിച്ചിട്ടാൽ ഞാൻ പിണങ്ങും. ഇനിയും വാങ്ങൂല. അന്ന് ജീപ്പ് പഠിപ്പിക്കാന്ന് പറഞ്ഞില്ലേ? അതൊക്കെ പറ. ആ എരപ്പാളി കേട്ടാൽ നാളെ ഞാൻ വരുന്നതിന് മുമ്പ് എവിടെ നിങ്ങൾ ഒരു ജീപ്പും പൊക്കിയെടുത്തോണ്ട് വരും നിന്നെ പഠിപ്പിക്കാൻ. അന്നെ നിങ്ങൾ പഠിപ്പിച്ചാൽ മതി.
നിന്നെ ഞാൻ ജീപ്പ് ഓടിക്കാൻ മാത്രമല്ല മറ്റു പലതും പഠിപ്പിക്കും. എന്നിട്ട് നിന്നെ ഞാനൊരു മിടുക്കിയാക്കിയെടുക്കും. അല്ലോ പലരും കാണും. നീ എന്താ കാണിച്ചത്? ഞാൻ എന്ത് കാണിച്ചെന്നാണ് വിനു പറയുന്നത്? ഒരു നന്ദി വാക്കെങ്കിലും പറയാനുള്ള മര്യാദ നീ കാണിച്ചില്ലല്ലോ. എനിക്കെന്തോ അയാളെ കാണുമ്പോ ഒരു ഭയം. അയാൾ ഒരു വൃത്തികെട്ടവനാണെങ്കിൽ നിന്നെ രക്ഷിക്കില്ലായിരുന്നല്ലോ. ഒന്നുമില്ലെങ്കിലും നിനക്ക് വേണ്ടി കുറെ ഇടി പിടിച്ചു വാങ്ങിയതല്ലേ. എന്തൊക്കെ പറഞ്ഞാലും നീ ചെയ്ത് ശരിയായി എന്ന് ഞാൻ പറയില്ല. അതുകൊണ്ട് അയാളെ കണ്ട് ഒരു നന്ദി വാക്കെങ്കിലും പറയണം. ഉത്തരവ്. ഇനി അനുസരണക്കേട് കാണിച്ചെന്ന് വേണ്ട, ഞാൻ പറഞ്ഞേക്കാം. എത്ര നേരമായി ഞാൻ കാത്തിരിക്കുന്നു. ബാപ്പ കാണാണ്ട് വേണ്ടേ വരാനെ കൊണ്ട്? ബാപ്പ കണ്ടാലും കുഴപ്പമില്ല, അലിയാരും കൂടെ കാണാതിരുന്ന വേഗം സമയം കളയാം. ഇങ്ങോട്ട് അടച്ചിരുന്നു. കർത്താവിനെ മനസ്സിൽ, അയ്യോ തെറ്റി, പടച്ചോനെ മനസ്സിൽ നിരീച്ചേ ഓണടി. അങ്ങോട്ട് അടിക്കണ്ടേ? അങ്ങോട്ട് വലിയ കാര്യം മതി. പഞ്ചറായി. ചതിച്ചല്ലോ ദൈവമേ. ഏത് നാറിയ കണിയോണുണ്ടോ ഇത് ഇറങ്ങി തിരിച്ചത്? എന്റെ ബാപ്പാനെ തന്നെ അല്ല, അറിഞ്ഞുകൂടാത്തോണ്ട് ചോദിക്കുക. തനിക്ക് വേറെ ഒരു പണിയുമില്ലേ എന്റെ പുറകെ ഇങ്ങനെ നടക്കാൻ? നമുക്ക് അന്റെ പിന്നാലെ ഞമ്മളടക്കി അതിന് വേറെ ആള് നോക്ക്. നബീസ ജന്തെടുക്ക ഇവിടെ നമ്മള് വെറുക്കനെ വണ്ടി വണ്ടി പഞ്ചർ നമ്മൾ കണ്ട്. ഇവൻ ഷെയ്ത്താനാണ്. ഇവന്റെ വണ്ടി മാത്രമല്ല ഒരു പക്ഷി ഇവനും പഞ്ചറാവും. അതിന് താൻ 2 ജന്മം എടുക്കണം. തന്നെ ഞാൻ ഓ നമുക്ക് കാണാം. ഓ കാണാം. നബീഷ ഇജ്ജ് വേഗം പുറത്തെത്താൻ നോക്ക്. ആ ഒറ്റക്ക് പോണ്ട, നമ്മളും വരാം. വേണ്ട, നമ്മൾ പോയിക്കൊള്ളാം. എടാ അലിക്കത് പറയും, നിന്റെ അവസാനം എന്റെ ജീപ്പിനടിയിലായിരിക്കും. ഇതാ നിങ്ങൾ പറഞ്ഞതിലും 500 രൂപ കൂടുതലുണ്ട്. സംഭവം ഭംഗിയായി. ഹലോ, മാലിനി ഇവിടെ വരുമെന്ന് കരുതിയില്ല. എങ്കിൽ അവരോട് ഇപ്പോൾ വരാൻ പറയില്ലായിരുന്നു അല്ലേ? അത് മേലിൽ ഇങ്ങനെയൊന്നും ഉണ്ടാവരുമെന്ന് പറയാൻ വിളിച്ചതല്ലേ? മനസ്സിലായി. ഒരു പെൺകുട്ടിയെ കണ്ടുമുട്ടിയിട്ട് അവളോടൊപ്പം സ്നേഹം തോന്നിയാൽ അവളുടെ സ്നേഹം തിരിച്ചു കിട്ടാൻ എന്തെല്ലാം കള്ളത്തരങ്ങൾ ചെയ്യണമെന്ന് ആ പെൺകുട്ടിക്ക് അറിയില്ല. ഏതായാലും വീട്ടിൽ വന്ന ഒരാളോട് പുറത്തു നിന്ന് സംസാരിക്കുന്നത് ശരിയല്ലല്ലോ. കമിൻ പ്ലീസ്. നന്ദി പറയാൻ വന്നതാണ് ഞാൻ. ഇനിയിപ്പോൾ മാലിനി, ഈ സ്ഥലത്തിന്റെ പേരറിയാമോ? ലവേഴ്സ് ക്ലിഫ്. അതെന്താ അങ്ങനെ പറയുന്നത്?
കാമുകി കാമുകന്മാർ ഇവിടെ നിന്ന് ഉറക്കെ സ്നേഹിക്കുന്നവരുടെ പേര് വിളിച്ചാൽ അത് 3 പ്രാവശ്യം പ്രതിധ്വനിച്ചാൽ അകലെ സൂര്യന്റെ കൊട്ടാരത്തിൽ അവരുടെ മനസ്സുകൾ തമ്മിൽ വിവാഹിതരാകും. പിന്നെ ലോകത്തിലെ ഒരു ശക്തിക്കും അവരെ പിരിക്കാൻ കഴിയില്ല എന്നാണ് പറയുന്നത്. 3 പ്രാവശ്യം പ്രതിധ്വനിച്ചില്ലെങ്കിൽ ആ വിളിക്കുന്നവരുടെ ബന്ധം നിലനിൽക്കില്ല എന്നാണ് വിശ്വാസം. എങ്കിൽ വിനു വിളിച്ചു നോക്ക്.